നമ്മളിന്ന് ഇന്നലെ എടുത്ത ചേമ്പിൽ ബാക്കി ഒരെണ്ണവും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു 2-3 കപ്പയും വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോണേ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പുഴുക്ക് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നോക്കിയപ്പോൾ പച്ചമുളക് ഇരിക്കണില്ല. അപ്പോൾ പിന്നെ ആ പ്ലാൻ മാറ്റി ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ആ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്ന ചേമ്പും ആ ഉള്ള കപ്പയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തു. ഞാൻ കുറച്ച് വലുതാക്കിയാണ് നന്നാക്കി എടുത്തിരിക്കണേ. സാധാരണ ഞാൻ ചെറുതായിട്ട് എടുക്കാറ്. ഇന്നിപ്പോൾ ഇതെന്താ പറ്റിയാവോ വലുതാക്കി നന്നാക്കി. അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തു. അത് ചതച്ചവിടെ വെച്ച് നേരെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നമ്മുടെ വേപ്പിലയും കൂടിയിട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അത് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇവിടെ അത്യാവശ്യത്തിന് എരിവൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായി ചൂടാക്കിയിട്ട് നമ്മുടെ കപ്പ അതിനകത്തൊക്കെ ഇട്ട് നന്നായി വേവിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ വേവിക്കണേ. സാധാരണ എനിക്ക് തോന്നുന്നു ഒരുവിധം പേരും കൊള്ളി തന്നെ വേവിച്ച് കഴിഞ്ഞിട്ടാണ് കാച്ചാറെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒരുവിധം എല്ലാ ഉപ്പേരികളും ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാച്ചി നേരെ അതിനകത്തിട്ട് വേവിച്ച് എടുക്കുക ചെയ്യാറ്. അപ്പോൾ കുറച്ചും കൂടി പൊടികളൊക്കെ ഒന്ന് പിടിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് മൂടി വെച്ച് നന്നായി വേവാൻ വെച്ചു. കൂട്ടത്തിൽ ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കൊള്ളി ഉപ്പേരി ഇരിക്കണേ. കൊള്ളി മാത്രമല്ല ചേമ്പും ഉണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.